ഹലോ ഡിയേഴ്സ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു 2-3 ഡേയ്സ് ഓഫ് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മെയിൻ പോകുന്നത് കെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ കുറേ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കവർ ചെയ്യുന്ന സ്ഥലം കെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോഴാട്ടോ. അപ്പോൾ ഞാൻ 5:30 തൊട്ട് ഒരു 6:00 വരെ കാറിലിരുന്ന് ഉറങ്ങി. 6:30 ഇപ്പോൾ വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഗ്രെക്സിൽ കയറി ഒരു കോഫിയും പിന്നെ റാപ്പൊക്കെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടൊക്കെ പോകാനായിട്ട്. അങ്ങനെ എനിക്ക് വിശക്കുമ്പോഴാണ് എൽദോസയുടെ കാർ നിർത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫസ്റ്റ് പോകുന്നത് ഡർഡിൽ ഡോറാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഡർഡിൽ ഡോറിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പാർക്ക് ചെയ്യണത് ഒരു മലയുടെ പൊക്കത്താണ്, ബീച്ച് മലയുടെ താഴെയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, പക്ഷേ ഇറക്കമായിരുന്നു അങ്ങോട്ട്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. തിരിച്ച് കയറ്റം വന്നപ്പോൾ നല്ല പാടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡർഡിൽ ഡോറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു കേർവ് കണ്ടില്ല സ്റ്റോണിൻ്റെ. കുറേ തന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പിന്നെ എനിക്കിതിവിടെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണലിൽ ഈ പൊടി ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുഖത്തേട്ടും ഡ്രസ്സിലേട്ടൊക്കെ അടിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷൂസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മുടെ കാലും കൈയും മൊത്തം പൊടിയായിരിക്കും. അപ്പോൾ ഞങ്ങളോട് വന്നപ്പോൾ ഓൾറെഡി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. എൽദോസേട്ടയുടെ ഫോട്ടോ എടുത്ത് വരാൻ പറയുമ്പോൾ എൽദോസേട്ടായി എനിക്ക് ഫോട്ടോ എടുത്തിരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തപ്പോൾ എൻ്റെ കുറേ ആക്ഷൻസൊക്കെയാണ് അതൊക്കെ. അപ്പോൾ കണ്ടോ, അത് ഞാൻ ചുമ്മാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾക്കൊരു പുതിയൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താണ്. അവിടുന്ന് ഞങ്ങൾ പോന്നപ്പോൾ പിന്നെ കണ്ട പ്ലേസാണ് ടാങ്ക് ഓഫ് മ്യൂസിയം. കണ്ട ഒരു മ്യൂസിയമാണ്. ഇതൊരു ടാങ്ക് മ്യൂസിയമാണ്. അതായത് നമ്മുടെ മിലിറ്ററീസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള UK മിലിറ്ററി യൂസ് ചെയ്തിട്ടുള്ള പണ്ടത്തെ കുറേ ടാങ്കും അവരുടെ ഫേമസ് ഇക്വിപ്മെൻറ്റ്, അവിടെ ഉണ്ടായ വേൾഡ് വാറിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആട്ടോ ഇത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ അതും കാണാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിൽ വന്നു. ഞങ്ങൾ റൂം എടുത്ത കെൻറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡർഡിൽ ഡോറിൻ്റെ അവിടുന്ന് കെൻറ്റിയിട്ട് വന്നു. ഹോളിഡേയിനായിരുന്നു ബുക്ക് ചെയ്തത്. വന്നിട്ടൊന്ന് ഫ്രഷായി പിന്നെ നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് രാത്രിയിൽ. അപ്പം നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി റെഡിയായി. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. അത് എൽദോസേട്ടയുടെ സെലക്ഷനാണ്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേളും ബർത്ത്ഡേ ഗേളിൻ്റെ പേരൻസും. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. കാരണം നമുക്ക് കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൽദോസേട്ടയും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടാണ് പോണത്. മുഖത്ത് നല്ല അത്യാവശ്യം പുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇവിടെ വെസ്റ്റ് ഗേറ്റ് ഗാർഡനിലാണ്. ഈ കാൻറ്റർബറി കെൻറ്റ് തന്നെയുള്ള ഒരു സ്ഥലമാട്ടോ, ഫേമസ് സ്ഥലമാണ്. വെസ്റ്റ് ഗാർഡൻസിൽ പോയിട്ട് അവിടെ അതൊരു ഗാർഡനായിട്ട് കുറേ ഫ്ലവേഴ്സൊക്കെ ഉള്ളത്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാട്ടോ അവിടുത്തെ ഒരു ബോട്ടിങ് സംഭവമാണ്. എന്നുവെച്ചാൽ ആ ഒരു റിവറിൽ കൂടെ അവർ ബോട്ടിങ്ങിന് നമ്മളെ കൊണ്ടുപോകും. അതിനെനിക്ക് തോന്നുന്നു ഒരാൾക്കായത് 20 pounds എന്ന് തോന്നണോ ആയത്. കെയറേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഓഫൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിങ് തുടങ്ങി. അപ്പോൾ ഈ ബോട്ടിങ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ഐറിഷ് മാനാണ്. അവൻ്റെ പേരെന്തോ അവൻ പറഞ്ഞു, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇത് ഈ വംശനാശം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡക്കാട്ടോ. ഇത് ഫ്രാൻസിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു കാക്കൊക്കെ പോലെ അങ്ങനെ ഇരിക്കും, കറുത്ത് നല്ല രസം കാണാനായിട്ട്, നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടില്ലേ, ആ റിവർ മൊത്തം ഇങ്ങനെ ഗ്രാസാണ്. പിന്നെ കുറേ പിബിൾസൊക്കെ ഉണ്ട്. ഈ സൺലൈറ്റ് അടയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗി കാണാൻ. അവിടുത്തെ കുറേ ഫേമസ് ഹിസ്റ്റോറിക്കൽ പ്ലേസസും പിന്നെ കുറേ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ പോകുന്ന വീഡിയോ ഞാൻ അടുത്തതിൽ കാണിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇത് നമ്മുടെ കാൻറ്റർബറി തന്നെയുള്ള ഒരു ചർച്ചാട്ടോ, ഫേമസ് ചർച്ചാണ്. ഭയങ്കര അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതിന് കയറണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 25 ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും കയറിയില്ല. നമ്മൾ പുറത്ത് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. അതും കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കാർഡിഫിന് എത്തണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡോവറാണ്. ഡോവർ ക്ലിഫ്സ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ UK നിന്ന് പാരീസിനൊക്കെ പോകുന്ന ടണലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഇതാണ് ആ സംഭവം. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല, കാരണം നമുക്ക് തിരിച്ച് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോരുമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ആണ്, നല്ല ഗ്രീനിഷ് കളറ്. നമുക്ക് ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പൊക്കെ വരുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഓരോ എൻട്രൻസും പിന്നെ കുറേ ട്രക്കുകളും അങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എല്ലാ സ്ഥലമൊക്കെ കണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോവാണ്. അപ്പോൾ ഡോബർ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാസിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ദൂരമായിരുന്നു ഞങ്ങൾ പോയെടുത്തുനിന്ന്. അപ്പോൾ നമുക്ക് അവിടെ പോകാനും പറ്റിയില്ല. എന്നാലും അത്യാവശ്യമൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോവാണ്. അപ്പോൾ നല്ല സീനറി ഉള്ള സ്ഥലത്തേക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ ഒരു 3 ദിവസത്തെ ട്രിപ്പ് ഭയങ്കര പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ദേ ക്യാസിൽ കണ്ടോ, ഇതാട്ടോ ക്യാസിലെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാസിലാണ്. കാണാനാണെങ്കിൽ നമ്മൾ കുറേ ഉണ്ട് കാണാനായിട്ട്. നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിധി കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വീട്ടിലൊരു 11 മണി 11:30 ആയപ്പോൾ എത്തി. അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല സമയമൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ബൈ.